പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവം പുരുഷനോ സ്ത്രീയോ, അതൊരു സങ്കീർണമായ ഒരു ചോദ്യം, ഒരു പ്രസ്താവനയാണ്. ദൈവത്തിന് പുരുഷനും സ്ത്രീയുമായിരിക്കാൻ സാധിക്കുമോ? ദൈവം ആത്മാവാകുന്നു, യോഹന്നാൻ 4:24 പറയുന്നുണ്ട്. ആത്മാവിന് സ്ത്രീയുമില്ല, പുരുഷനുമില്ല. നമ്മുടെ ജനനത്തിങ്കിൽ ദൈവം ഒരു ആത്മാവിനെ സൃഷ്ടിച്ച് നമുക്ക് തരികയാണ്. അത് സ്ത്രീക്കും പുരുഷനും ഒരേ ആത്മാവിനെ തന്നെ കൊടുക്കുന്നു. പക്ഷേ മത്തായിയുടെ ആത്മാവ് മത്തായിക്ക്, ഏലിയാമിയുടെ ആത്മാവ് ഏലിയാമിക്ക്, ആ രീതിയിൽ അത് കണക്കാക്കാവും. ഇവിടെ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആർക്ക് കാണാൻ പാടില്ലാത്തവനും അതെന്ന് പറയുന്നുണ്ട്. അടുത്തുകൂടാത്ത വെളിച്ചമാണ്. സൂര്യനേക്കാൾ എത്രയോ മടങ്ങ് അത് നമുക്ക് അതിർത്തി നിർണ്ണയിക്കാൻ പറ്റില്ല. അതിൻ്റെ മാക്സിമം പറയാൻ നമുക്ക് പറ്റില്ല. ആ പ്രകാശത്തിൻ്റെ ആർക്ക് അടുത്തുകൂടാൻ പറ്റാത്തവനാണ്. ഇതെല്ലാം പറ്റില്ല. അവൻ്റെ പ്രകാശത്തിൻ്റെ ഉഗ്ര ശോഭയും ചൂടും നമുക്ക് താങ്ങാൻ പറ്റില്ല. അവൻ മരിച്ചു പോകും. അതാണ് ആർക്കും കാണാൻ പറ്റാത്തവർ കണ്ടാൽ തന്നെ അനുഭവം. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. ആർക്കും അടുത്ത് കൂടാൻ പാടില്ലാത്തവരുമാകും. പക്ഷേ വചനം ജഡമെടുത്തപ്പോൾ അവൻ്റെ ദൈവത്വം മറച്ചു വെച്ചു. ആ രശ്മികളൊക്കെ അവൻ മറച്ചു വെച്ചു. രശ്മികളൊക്കെ അവനിൽ തന്നെ ഉണ്ട്. ശോഭയും ചൂടും എല്ലാം അവനിൽ തന്നെ ഉണ്ട്. എങ്കിലും അവനത് അല്പമല്ല, മുഴുവനായിട്ടും തന്നെ മറച്ചു വെച്ചു. അല്പം പോലും അവൻ പുറത്തെടുത്തി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അല്പം പുറത്ത് കടന്നത് മത്തായി 17:1 പറയുന്ന പോലെ മറുരൂപ സമയത്താണ്. നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇത് പുരുഷനാണോ സ്ത്രീയാണോ? ആദമിനെ സൃഷ്ടിച്ചപ്പോഴാണ് ദൈവം പുരുഷനായിട്ടാണ് സൃഷ്ടിച്ചത്. അവന് ഏത് ആകൃതി കൊടുക്കണം, ഏത് രൂപം കൊടുക്കണം, ദൈവത്തിൻ്റെ ശൈല രൂപത്തിലുമാണ് അവനെ സൃഷ്ടിച്ചത്. ഇവന് ശരീരാകൃതി ഏത് കൊടുക്കണം? അപ്പോൾ പിതാവായ ദൈവം തീരുമാനിക്കുന്നത്, തൻ്റെ പുത്രൻ കാലത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യാവതാരം എടുക്കുമ്പോൾ ഏത് ശരീരമാണോ എടുക്കുന്നത് ആ ശരീരമാണ് ആദമിന് കൊടുത്തത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ഒരു പുരുഷൻ്റെ പ്രതീകമാണ് ആദമിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ആദം. അത് പുരുഷൻ്റെ പ്രതീകമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റൊന്ന് ചിന്തിച്ചാൽ, പിതാവ് ആത്മാവായതുകൊണ്ട് പിതാവിന് ജനിക്കുന്ന പുത്രനും ആത്മാവാണ്. പിതാവ് പുരുഷനാണെങ്കിൽ പിതാവിന് ജനിക്കുന്ന പുത്രനും പുരുഷനാണ്. അതിൻ്റെ പുരുഷൻ്റെ പ്രതീകമാണ്. അതേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ പിതാവ് ആത്മാവാണെങ്കിൽ പിതാവിന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവും ആത്മാവാണ്. പിതാവ് പുരുഷ പ്രതീകമാണെങ്കിൽ പരിശുദ്ധാത്മാവും പുരുഷ പ്രതീകമാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരുമെന്നല്ല, അങ്ങനെയാണത്. വേദപുസ്തകത്തിൽ നമ്മൾ പലപ്പോഴും പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും, തൃത്വത്തിലെ 3 ആളുകളെയും അല്ലെങ്കിൽ 3 ദൈവീയ വ്യക്തികളെയും 3 ദൈവിക ആളുകളെയും അവൻ എന്ന് സംബോധന ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും അവൾ എന്ന് സംബോധന ചെയ്തിട്ടില്ല.
അതും പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. മറ്റൊരു സംഗതി ഉൽപ്പത്തി 18:1 വായിക്കുമ്പോൾ ദൈവം അബ്രാഹാമിൻ്റെ അടുക്കൽ ആ തൃത്വത്തിൻ്റെ സൂചനയായി 3 ദൈവിക പുരുഷന്മാരെ അയക്കുകയാണ്. അവിടെ സ്ത്രീകളെ അല്ല അയക്കുന്നത്, ദൈവിക പുരുഷൻ എന്ന് പറയുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും പ്രതീകമായ പുരുഷന്മാർ. 3 മാലാഖമാരാണ് അവിടെ ചെല്ലുന്നത്. അല്ലാണ്ട് പിതാവൊന്നും ഒരിക്കലും പ്രത്യക്ഷപ്പെടുന്നില്ല. പുത്രൻ മനുഷ്യാവതാരം എടുക്കുന്നതിന് മുമ്പൊന്നും പ്രത്യക്ഷപ്പെടുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മൾ ആവശ്യിക്കുമ്പോൾ നമുക്ക് കാണാനൊന്നും പറ്റില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും കാണാൻ പറ്റില്ല. ദൈവത്തിൻ്റെ നിശ്വാസനമാണ്, ദൈവത്തിൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന നിശ്വാസനമാണ്, വിശ്വാസമായി വേണം പരിശുദ്ധാത്മാവ്, കാണാൻ പറ്റില്ല. അപ്പോൾ 3 ദൈവപുരുഷന്മാരാണ് അവിടെ ചെല്ലുന്നത്, മാലാഖമാർ. അവർക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാനുള്ള ശക്തിയും മറ്റെല്ലാ കഴിവുകളും കൊടുത്ത് മനുഷ്യരൂപത്തിലാണ് അവർ 3 പേരും അവിടെ ചെല്ലുന്നത്. അബ്രാഹാമിന് മനസ്സിലായി, യജമാനനെ എന്നാണ് അബ്രാഹാം വിളിക്കുന്നത്. ഇവിടെ യജമാനന്മാരെ എന്ന് വിളിക്കുന്നില്ല. അത് ആ തൃത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമ്മളത് കാണണം. അപ്പോൾ ഞാനവിടെ പറഞ്ഞു വന്നത് അവിടെ 3 ദൈവപുരുഷന്മാരെയാണ് നമ്മൾ കാണുന്നത്, മാലാഖമാരാണെന്ന് മാത്രമേ ഉള്ളൂ. പുതിയ നിയമവ്യവസ്ഥ സ്ഥാപിച്ചപ്പോഴാണ് കർത്താവ് പഴയ നിയമപുസ്തക മുൻപതിവ് പോലെ ആചരിച്ചു. അതിലെല്ലാവരെയും കൂട്ടിയിട്ടുണ്ട്, സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. തൻ്റെ കൂടെ വരുന്ന എല്ലാവരെയും കർത്താവ് അവിടെ ഇരുത്തി, പന്തിക്കിരുത്തി ഭക്ഷണം വാഴ്ത്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമവ്യവസ്ഥ ആകുന്ന വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ മർക്കോസിൻ്റെ മാളികയുടെ മേൽത്തട്ടിൽ കയറി, മുകളിലേക്ക് കയറി. അത് പിരിച്ചൊരുക്കിയ മാളികയൊക്കെ അവിടെ നേരത്തെ ഒരുക്കിയിരുന്നല്ലോ. അവിടെ ഈ 12 ശിഷ്യന്മാരെ മാത്രമേ വിളിച്ചുള്ളൂ. അത് നോട്ട് ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ്. അമ്മ എപ്പോഴും കൂടെയുണ്ട്, 3-4 സ്ത്രീകളെ കൂടെയുണ്ട്, അവരെ ആരും വിളിച്ചില്ല. എന്നെ വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ പോവുകയാണ്. അത് തുടർന്ന് നടത്തുവാൻ ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കുവാൻ പോവുകയാണ്. അപ്പം പൗരോഹിത്യം കൊടുക്കാൻ സ്ത്രീകളെ കൊണ്ടുപോകുന്നില്ല. നമുക്കറിയാം, ആദാം 30 വയസ്സിൽ ജനിച്ചപ്പോഴേ പുരോഹിതനും പ്രവാചകനും രാജാവുമായിരുന്നു. ഒരു സ്ത്രീയെ അല്ല ദൈവം അവിടെ സൃഷ്ടിച്ചത്, പുരുഷനെ സൃഷ്ടിച്ച് പുരുഷനിൽ സ്ത്രീയെ ഉൾക്കൊള്ളിക്കുകയായിരുന്നു. അതാണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അവിടെ സൃഷ്ടിക്കുന്നത് പുരുഷ പ്രതീകാത്മകമായിട്ട് ആദാമിനെയാണ്, അല്ലെങ്കിൽ പുരുഷനായിട്ട് ആദാമിനെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ രൂപവും ഛായ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ പുരുഷ പ്രതീകമായിട്ട് തന്നെ ആദാമിനെ നാം കാണുന്നു. ആദിമകാലത്ത് പുരുഷ മേധാവിത്വമാണ് നിലവിലിരുന്നത് നമുക്കറിയാം. ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, കാരണം അത് ദൈവനിശ്ചയമാണത്. ആരും ആർക്കും അടിമയല്ല. ഭർത്താവ് ഭാര്യയ്ക്ക് അടിമയല്ല, ഭാര്യ ഭർത്താവിനും അടിമയല്ല. അപ്പോൾ പൗരോഹിത്യത്തിന് പുരുഷന്മാരാണ് മുകളിലേക്ക് കൊണ്ടുപോയത്. അവരുടെ കാലുകൾ കഴുകി അവർക്ക് മാമോദീസ കൊടുത്തു എന്ന പിതാക്കന്മാർ അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത്, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ തീർക്കണം, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു വഴക്കുമില്ല. ഇത് രണ്ടും അതാണ് രമ്യത, അതാണ് മധ്യസ്ഥൻ. അവൻ ദൈവവും മനുഷ്യനുമാണ്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. കൂടുതൽ വിശദാംശത്തിലേക്ക് പോണില്ല. ഇതിനൊക്കെ പല പ്രാവശ്യത്തിനു മുമ്പൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്.
അപ്പം അവിടെയും പൗരോഹിത്യം പുരുഷന്മാർക്കാണ്. ഇന്നേ വരെ ആ പതിവ് ഓരോ പിതാക്കന്മാരും തെറ്റിച്ചിട്ടില്ല. ഒരു പാത്രീസ് ബാബായോ തെറ്റിച്ചിട്ടില്ല. പലരും ആവശ്യപ്പെട്ടെങ്കിലും പിതാക്കന്മാരത് സമ്മതിച്ചിട്ടില്ല. പൂർവിക പിതാക്കന്മാരാരും സമ്മതിച്ചിട്ടില്ല. കാരണം കർത്താവ് പൗരോഹിത്യം അവർക്കാണ് കൊടുത്തത്, പുരുഷന്മാർക്കാണ് കൊടുത്തത്. ഇന്ന് മാമോദിസ പൊങ്ങുന്ന കുട്ടിയെ മദ്ബഹായിലേക്ക് കയറ്റുന്ന പെൺകുട്ടിയെ മദ്ബഹായിലേക്ക് കയറ്റുന്നില്ല. അതിൽ സ്ത്രീകൾക്ക് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ട്. IOC എങ്ങാണ്ട് ഈയിടെ കുറച്ച് നാളെന്നായിരുന്നു 5 വയസ്സ് വരെ സ്ത്രീകളെ മദ്ബഹായിൽ കയറ്റി കുർബാനയ്ക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു. നമ്മളങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മളെ പൂർവ്വ പിതാക്കന്മാരുടെ തീരുമാനങ്ങളൊന്നും ഒരിക്കലും വ്യതിചലിക്കുന്നില്ല. അതാണ് നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകത. കാരണം പൂർവ്വ പിതാക്കന്മാരും അപ്പോസ്തലന്മാരും പൂർണ്ണരായിരുന്നു വിശ്വാസത്തിൽ. അവർ പഠിപ്പിച്ചതും അവർ മറ്റുള്ളവരിലേക്ക് പകർന്നു പോയ സത്യവിശ്വാസം, അതാണ് നമ്മളിന്നും പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാമോദിസ പോകുന്ന കൊച്ചുകുട്ടിയെ മദ്ബഹായിൽ കയറ്റിയെന്ന് പറഞ്ഞു? ആർത്തവാലൊന്നും ആയിട്ടില്ലല്ലോ. അതിൻ്റെ ആണെങ്കിൽ ചിലരതിനൊക്കെ എതിർക്കണ്ട. അതുകൊണ്ട് അതിൻ്റെ കാരണം ഇതാണ്, ഒരു സ്ത്രീക്ക് മദ്ബഹായിൽ കയറാൻ അല്ലെങ്കിൽ പൗരോഹിത്യം കൊടുക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല, ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് സ്ത്രീകളെ മദ്ബഹായിൽ കയറ്റുന്നില്ല. അങ്ങനെ കണക്കാക്കിയാൽ മതി. അത് കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞാൽ കാര്യമില്ല. പണ്ട് സ്ത്രീകളെ മദ്ബഹായിൽ കയറ്റിയിട്ടുണ്ടല്ലോ, ഉണ്ട്. അതിന് പ്രത്യേക കാരണമുണ്ട്. സഭയുടെ പ്രാരംഭകാലത്ത് പ്രായമായ സ്ത്രീകളെയാണ് മാമോദിസ മുക്കേണ്ടിയിരുന്നത്. അപ്പോൾ അവർക്ക് വിശുദ്ധ മുഹറം പൂശണം, ശരീരമാസകലം മുഹറം പൂശണം. അത് പുരുഷന്മാരെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. അത് സഭ ഒരു തീരുമാനമുണ്ട്. സഭയ്ക്ക് തീരുമാനം എടുക്കാൻ അധികാരമുണ്ടല്ലോ. നടപടി പുസ്തകം 15-ാം അധ്യായത്തിൽ സഭയുടെ തീരുമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന് കുഴപ്പമില്ല. സഭയ്ക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. മനുഷ്യാവതാരത്തിൻ്റെ തുടർച്ചയാണ് സഭ. അപ്പോൾ ശുദ്ധവും വ്യക്തവും പൂർവിക പാരമ്പര്യങ്ങൾക്ക് വിശ്വാസത്തിനും എതിരല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഭയ്ക്ക് അധികാരമുണ്ട്. അങ്ങനെ ആ അധികാരം ഉപയോഗിച്ച് സ്ത്രീകൾക്ക് ശമാശപട്ടം കൊടുത്തത്, അവരെ സ്ത്രീകളെ മാമോദിസ മുക്കുവാനും അല്ലെങ്കിൽ മൂറോൻ പൂശുവാൻ മാത്രം, മറ്റുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്ക് ചെയ്യാമല്ലോ, മൂറോൻ പൂശുവാൻ മാത്രം സ്ത്രീകൾക്ക് അധികാരം കൊടുത്ത് അവരെ സിംഹാസനികളാക്കി മദ്ബഹായിൽ കയറ്റിയിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എന്നെ പഠിപ്പിച്ചിടത്തോളം ആർത്തവകാലത്ത് ഒരിക്കലും മദ്ബഹായിൽ സ്ത്രീകളെ കയറ്റിയിട്ടില്ല എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ചിലരതിനൊക്കെതിരെ പറഞ്ഞുകൊണ്ടൊക്കെ സ്ഥാപിക്കാൻ നോക്കുന്നുണ്ട്. അതൊന്നും പൂർവിക ആചാരങ്ങൾക്ക് വിരുദ്ധമാണ്. അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ അതുകൊണ്ടാണ് സ്ത്രീകളെ പെൺകുട്ടികളെ മദ്ബഹായിൽ കയറ്റാക്കും. മറ്റൊന്ന്, ഈ വൃക്ഷത്തിലെ ഫലം തിന്നരുത്, ഭക്ഷിക്കരുതെന്ന് ആദമിനോട് പറഞ്ഞു. ആദം ഹവ്വയോട് പറയാതിരിക്കില്ല. പക്ഷെ ഹവ്വ സാത്താൻ്റെ പ്രേരണയ്ക്ക് ചേർന്ന് സാത്താൻ പറഞ്ഞത് വിശ്വസിച്ച് ദൈവം പറഞ്ഞത് വിശ്വസിക്കാതെ അനുസരിക്കാതെ അവൾ പഴം പറിച്ചു തിന്നു. സാത്താൻ ഒരിക്കലും പഴം പറിച്ചു കൊടുത്തിട്ടില്ല. ഇവളെ വശീകരിച്ചു. ആ വശീകരണം എന്നും നടക്കുന്നുണ്ട്. ആ വശീകരിച്ച് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. അവൾ തെറ്റ് ചെയ്തു. ആദവന് കൊടുത്തു, ആദവും തിന്നു. കാരണം അത്രമാത്രം സ്നേഹമായിരുന്നു അവർ. സ്നേഹം അതിൽ കിടന്നാലേ ദൈവത്തെ ധിക്കരിക്കാൻ ഇടയാകരുത്. ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം, പക്ഷെ ദൈവത്തെ ധിക്കരിക്കുന്ന നടപടിയിലേക്ക് ഒരിക്കലും പ്രവേശിക്കരുത്.
സാത്താൻ്റെ വാക്ക് കേൾക്കരുത്, തിരുവചനം അനുസരിക്കണം, ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കണം, പിതാക്കന്മാരുടെയും വാക്കുകൾ കേൾക്കണം. അതുകൊണ്ട് പിതാക്കന്മാർ പറയുന്നത്, പഴം പറിച്ച കൈ ഒരിക്കലും കുർബാനമേൽ ആവസിക്കാൻ പാടില്ല, ആവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രതീകമായിട്ടാണ് ഈ കൈ ആവസിപ്പിക്കുന്നത്. അത് പാടില്ല. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പൗരോഹിത്യം കൊടുക്കാതിരിക്കാനുള്ളൊരു കാരണമൊക്കെ ആയിട്ട് പറയും. അതൊന്ന് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, 3 ദൈവപുരുഷന്മാർ അബ്രഹാമിനെ സമീപിച്ചപ്പോൾ അബ്രഹാം മക്കളുണ്ടായിരുന്നില്ല എന്ന് ദൈവത്തിന് അറിയാമല്ലോ. വാഗ്ദാനം നേരത്തെ കൊടുത്തിരുന്നു, പിന്നെ 10-25 കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും മക്കളുണ്ടാവില്ല. ഈ 3 ദൈവപുരുഷന്മാർ പറയുകയാണ്, അല്ലെങ്കിൽ ദൈവം അവിടെ കൽപ്പിക്കുകയാണ്, അടുത്ത ആണ്ട് ഞങ്ങളിവിടെ വരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ വരുമ്പോഴോ എൻ്റെ ഭാര്യ സാറായിക്ക് ഒരു കുട്ടി ഉണ്ടാവും. ഇത് കേട്ട വഴി സാറ വാതിലിൻ്റെ മറവിൽ നിന്ന് ചിരിച്ചു. നീ എന്താ ചിരിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. കള്ളം പറഞ്ഞു. ചിരിച്ചു എന്നുള്ള സത്യമാണ്. അവളാകെ കഴിച്ചു പോയി. കാരണം മാസമുറ നിന്ന അവൾക്ക് ഞാനെങ്ങനെ ഗർഭം ധരിക്കണം? ഈ പുരുഷന്മാരൊക്കെ ഇത് അറിയാൻ പാടില്ലേ? ദൈവിക പുരുഷന്മാരാണെന്നും സാറയ്ക്ക് മനസ്സിലാവണില്ലല്ലോ. ദൈവം അയച്ചിട്ടാണ് വന്നതെന്നും അവൾക്ക് മനസ്സിലാവണില്ല. ദൈവപുരുഷന്മാരാണ്, ദൈവം അയച്ച ആളാണെങ്കിൽ അവൾ വിശ്വസിച്ചാൽ അത് അവൾക്ക് മനസ്സിലാവണില്ല. ചിരിച്ചാലും കുഴപ്പമില്ല, ചിരിച്ചില്ല എന്ന് കള്ളം പറഞ്ഞു, അത് ഒരു വിഷയമാണ്. അത് യഹൂദന്മാർ അത് പിടിച്ചു. കോടതി കേൾക്കില്ല, സ്ത്രീകളെ സാക്ഷി പറഞ്ഞാൽ കേൾക്കില്ല, സ്ത്രീകൾക്ക് അവിടെ ഒരു വിശ്വാസമില്ല, അവളെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. വേറെ പ്രസവിച്ച് മക്കളെ വളർത്താനും ആ കുടുംബത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നോക്കാനുമല്ലാതെ ഒരിക്കലും സ്ത്രീകളെ അവർ പുറത്തേക്കൊന്നും പറഞ്ഞു വിട്ടിട്ടില്ല, വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല, പഠിപ്പിക്കാനും വിട്ടിട്ടില്ല, പള്ളി കയറ്റിയിട്ടില്ല. അങ്ങനെ ഉള്ള ഒരു സമ്പ്രദായം തുടർന്നു വന്നു. അതുകൊണ്ടാണ് പുരുഷ മേധാവിത്വം കൂടുതൽ ഉണ്ടാകാൻ കാരണം. അപ്പോൾ കള്ളം പറഞ്ഞു എന്നുള്ളത് ഒരു ചെറിയല്ല, ഒരു തെറ്റാണത്. ദൈവത്തോടല്ല കള്ളം പറയാം. അന്ന് ദൈവം അത് മനസ്സിലാക്കാതെയാണ്. ഞാൻ വേണ്ട ആരോട് പറഞ്ഞാലും ഞാൻ ചിരിച്ചു, ശരിയാണ്, ഞാനെങ്ങനെ ഇത് വിശ്വസിക്കണേ, എൻ്റെ മാസോറ നിന്നു എന്ന് അവൾ പറഞ്ഞാൽ മതി. അത് ഇവർക്കും അറിയാം. അവളെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നിരപരാധിയായില്ല. അത് അവൾ പറഞ്ഞില്ല, ആ ചിരിച്ചില്ല, അത് അവിടെ വിഷയമായി. നമുക്ക് ഒരു പ്രത്യേകത, നമ്മൾ കള്ളം പറഞ്ഞാലും ശരി നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള സാധ്യത എവിടെയുണ്ടെന്നാണ് ചിന്തിക്കണേ. അത് അപ്പം അങ്ങനെയൊക്കെ ആ സ്ത്രീ പൗരോഹിത്യത്തിന് അതൊക്കെ സ്ത്രീ പൗരോഹിത്യം കൊടുക്കാതിരിക്കാൻ അതൊക്കെ ഒരു കാരണമായിട്ട് തീർന്നു. അപ്പോൾ ദൈവം പുരുഷനാണോ സ്ത്രീയാണോ ഇത് നിങ്ങൾ തീരുമാനിച്ചത്. ദൈവം പുരുഷനുമല്ല സ്ത്രീയല്ല, പക്ഷേ പുരുഷൻ്റെ പ്രതീകമായിട്ടേ നമുക്ക് ദൈവത്തെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വേദപുസ്തകത്തിലെ തിരുവചന വ്യാഖ്യാനങ്ങളനുസരിച്ചും പിതാക്കന്മാർ പഠിപ്പിക്കുന്നതനുസരിച്ചും കർത്താവ് ചെയ്തത് അനുസരിച്ചും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നും ആ രീതി നിലനിൽക്കുകയാണ്. പൗരോഹിത്യത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പം രാജാവ് രാജ്ഞിയൊക്കെ എസ്തർ രാജ്ഞിയൊക്കെ ഉണ്ടായിട്ടുള്ളത് പഴയ നിയമകാലത്തിലെ ചരിത്രങ്ങളാണ്. ചിലർ പറയും പഴയ നിയമം മുഴുവൻ യഹൂദന്മാർക്കുള്ളതാണ്. ഒരു ഉപദേശം ഇങ്ങനെ ഈടായിട്ട് വലിയ ക്ലാസ് എടുക്കുന്നത്. അതിനെപ്പറ്റി ഒരു ക്ലാസ് ഞാൻ പിന്നെ എടുത്തോളാം. അതിനെപ്പറ്റി ഇവിടെ വിശദമായിട്ട് പറയുന്നില്ല. വേറൊരു വീഡിയോ ഞാൻ അതിനിടും. ഇടാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ മുഴുവൻ തെറ്റാ. എല്ലാവർക്കും പുതിയ സഭ ഉണ്ടാകണം. എന്നിട്ട് അതിൻ്റെ സ്ഥാപകനാകണം.
ദൈവം സ്ഥാപിച്ച സഭ അതൊന്നും ചിന്തയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം പുരുഷനുമല്ല സ്ത്രീയുമല്ല, അതേസമയം ദൈവം പുരുഷനുമാണ് സ്ത്രീയുമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ദൈവം മണവാളനും സഭ മണവാട്ടിയുമാണ്. പഴയകാലത്തുണ്ട്. പഴയകാലത്തെ സഭയും മണവാട്ടി സഭയാണ്. അതിന് വാക്യങ്ങളുണ്ട്. ഇതിനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം മണവാളനാണെങ്കിൽ പുരുഷ പ്രതീകമായിരിക്കണം, സഭ മണവാട്ടിയാകണമെങ്കിൽ സ്ത്രീ പ്രതീകമായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ വീക്ഷിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ മണവാളനും മണവാട്ടിയും ആകണമെങ്കിൽ അതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം. അത് നിർണയിക്കുവാനോ അതിനതിര് വയ്ക്കുവാനോ ഈ ലോകത്ത് വേറെ ബന്ധങ്ങളില്ല. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തേക്കാൾ കൂടുതലായ, അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തേക്കാൾ കൂടുതലായ ഒരു ബന്ധമാണ് പിതാവും മാതാവും തമ്മിലുള്ളത്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത്. അതുകൊണ്ടാണ് ദൈവം ഈ സഭയ്ക്ക് മണവാട്ടിയും ദൈവത്തെ മണവാളനും. അതിന് പ്രതീകമായിട്ടാണല്ലോ കർത്താവ്. ദൈവം ഇസ്രായേലിൻ്റെ വധുവായിട്ടാണ്, അതേസമയം പുത്രനായിട്ട് വേറെ കാണുന്നുണ്ട്. പക്ഷെ മണവാട്ടി സഭ എന്ന് വെക്കാണ്ട് പറയുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ പുരുഷൻ്റെ പ്രതീകമായിട്ട് ദൈവത്തെ കാണണം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.